ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ സി മോട്ടോഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എ സി മോട്ടോഴ്സിന് 2 ടൈപ്പ് ഉണ്ട്, സിങ്ക്രണസ് മോട്ടോർ ആൻഡ് ഇൻഡക്ഷൻ മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോർ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് അസിങ്ക്രണസ് മോട്ടോറാണ്. എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് മോട്ടോർ എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും അതെപ്പോഴും വർക്ക് ചെയ്യുന്ന നേരം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. സിങ്ക്രണസ് സ്പീഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പോൾസിനെയും ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്പർ ഓഫ് പോൾസിനെയും ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡാണ് എന്ത്, സിങ്ക്രണസ് സ്പീഡ്. ഒരു സിങ്ക്രണസ് മോട്ടോർ എപ്പോഴും സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അതേസമയം ഇൻഡക്ഷൻ മോട്ടോർ ഒരിക്കലും സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ ലെസ് ദാൻ സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റോട്ടർ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ എന്തുണ്ടാവുള്ളൂ, റൊട്ടേഷൻ സാധ്യമാവുള്ളൂ. സെയിം സിങ്ക്രണസ് സ്പീഡിൽ തന്നെ ആവുന്നേരം അവിടെ റിലേറ്റീവ് സ്പീഡ് 0 ആയി പോകുന്നതുകൊണ്ട് ഒരിക്കലും ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ ഒരിക്കലും സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ ചെയ്യില്ല. ഓക്കെ, അന്നേരം അതേപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടോർ 2 ടൈപ്പ് ഉണ്ട്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ പറ്റിയായിരുന്നു. അന്നേരം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആവുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സ്റ്റേറ്ററിൽ നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ഒരു സപ്ലൈ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. അന്നേരം ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, അതല്ലാതെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല. അന്നേരം ഈ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ റോട്ടർ വെക്കുന്ന സമയത്ത് റോട്ടറിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നള്ളിഫൈ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരിക്കലും ഒരു റൊട്ടേഷൻ റോട്ടറിൽ ഉണ്ടാവില്ല. അതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിസൈൻ നമ്മൾ എന്താ ചെയ്യുന്നത്, സിംഗിൾ ഫേസ് ഒരു സ്റ്റേറ്റർ കോയിൽ കൂടാണ്ട് നമ്മൾ അഡീഷണൽ ഒരു കോയിലും കൂടെ, ഒരു മെയിൻ കോയിൽ കൂടാണ്ട് ഒരു ഓക്സിലറി വൈൻഡിങ്ങും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് അതിന് അക്രോസ് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫേസ് ഷിഫ്റ്റ് വരുത്തിയിട്ട് അവിടെ ഒരു റിലേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ അഡീഷണൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ വൈൻഡിങ്ങിൻ്റെ കൂടെ ഒരു ഓക്സിലറി വൈൻഡിങ്ങും കൂടി നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോട്ടർ, ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന മോട്ടറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കപ്പാസിറ്ററും കൂടി കാണും അല്ലേ, കപ്പാസിറ്ററും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. അന്നേരം അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അതിൽ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കപ്പാസിറ്ററും അഡീഷണലായിട്ട് ഒരു ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ടാക്കുന്നത്. ഈ കപ്പാസിറ്റർ തിരിച്ചിടുകയാണെങ്കിൽ റൊട്ടേഷൻ നേരെ തിരിഞ്ഞു വരും, റിവേഴ്സ് ചെയ്യുന്ന വിധത്തിലായിരിക്കും നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന നേരം കണക്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ മാറ്റും തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേഷനും മാറ്റാൻ പറ്റും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. നമുക്കറിയാം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മളൊരിക്കലും ഹോം അപ്ലയൻസസിൽ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഇൻഡക്ഷൻ മോട്ടറാണ്. അത് മെയിൻലി ഈ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്നത്. ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. സ്ക്വിറൽ കേജ് എന്ന് പറഞ്ഞാൽ അണ്ണാൻ്റെ കൂട് പോലെ ഉണ്ടാകുന്ന അതിൻ്റെ റോട്ടറിൻ്റെ ഇത് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അണ്ണാൻ്റെ കൂട് പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് സ്ക്വിറൽ കേജ് എന്ന് പറയുന്നത്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ.
പിന്നെ സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടോർ. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ കൺസ്ട്രക്ഷനുമാണ്. ഓക്കെ. നേരെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ അഡീഷണൽ ഇതൊന്നും വൈൻഡിങ് ഒന്നും ഓക്സിലറി വൈൻഡിങ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ 3 ഫേസ് എന്ന് പറയുന്ന നേരം നമുക്കറിയാം 3 ഫേസ് കണക്ഷൻ എന്ന് പറയുന്ന നേരം ഇതാണ് സാധാരണ സ്റ്റാറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ന്യൂട്രലും ഫേസ് 1, ദെൻ ഫേസ് 2, ദെൻ ഫേസ് 3, 3 ഫേസും ഒരു ന്യൂട്രലും ഉണ്ടാവും. മനസ്സിലായില്ലേ? ന്യൂട്രൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് നമ്മൾക്ക് അറിയാം. നേരെ 3 ഇതായിട്ട് നേരെ ഇതിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇപ്പോൾ ഈ ഫേസിലുള്ള വോൾട്ടേജ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ദെൻ മൂന്നാമത്തെ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള വിധത്തിലായിരിക്കും അതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് എപ്പോഴും ഉണ്ടാവുക. അന്നേരം ആ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കില്ല, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി അതിൽ ഡെവലപ്പ് ചെയ്തോളൂ. അതുകൊണ്ട് നമ്മൾ ഓക്സിലറി വൈൻഡിങ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ യൂസ് ചെയ്യുന്നത് പോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മളൊരു ഓക്സിലറി വൈൻഡിങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സാധാരണ പോലെ തന്നെ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ 2 പാർട്ടുണ്ട്. സ്റ്റേറ്ററുണ്ട്, റോട്ടറുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി പാർട്ടാണ്. അതിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് AC സപ്ലൈ അപ്ലൈ ചെയ്യുന്നത് സ്റ്റേറ്ററിലാണ്. അതുകൊണ്ട് സ്റ്റേറ്റർ എന്തായിരിക്കും? 3 ഫേസ് ആയിരിക്കും. 3 ഫേസ് വൈൻഡിങ് ആയിരിക്കും സ്റ്റേറ്ററിൽ ഉണ്ടാവുക. ദെൻ റോട്ടറാണ് റൊട്ടേറ്റിംഗ് പാർട്ട്. ഷാഫ്റ്റൊക്കെ കണക്ട് ചെയ്യുന്നത് മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് റോട്ടറിലാണ്. ആൻഡ് റോട്ടറിൽ നമ്മൾ റോട്ടർ വൈൻഡിങ് ഒരു ക്ലോസ്ഡ് വൈൻഡിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്ററിൽ നമ്മൾ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നു. ദെൻ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റോട്ടർ വെക്കുന്നതുകൊണ്ട് നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ സെക്കൻഡറി വൈൻഡിങ് ആൻഡ് ദെൻ പ്രൈമറി വൈൻഡിങ് അതേ പ്രിൻസിപ്പിളും ഉണ്ട്. ദർ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും? റോട്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ റോട്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ റോട്ടർ എന്തായിരിക്കണം? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അവിടെ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യില്ല. നേരെ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം? റോട്ടറിലൊരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മാഗ്നറ്റിക് ഫീൽഡ് മറ്റേ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ റോട്ടർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ റോട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. ആൻഡ് ദീസ് ആർ the rotor and stator is made up of high magnetic core material ആയിരിക്കും in order to reduce the hysteresis and eddy current losses. സാധാരണ എഡി കറൻറ്റ് ലോസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാമിനേറ്റഡ് തിൻ ഷീറ്റ് ഓഫ് സ്റ്റീലിൻ്റെ ഷീറ്റാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പോൾസ് അല്ലെങ്കിൽ ഈ കോറ് വൈൻഡ് ചെയ്യുന്ന കോറ് നമ്മൾ തിൻ ഷീറ്റായിട്ട് ആക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഹൈ മാഗ്നറ്റിക് കോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഹിസ്റ്ററിസിസ് ലോസ് എല്ലാം കുറക്കാൻ നമുക്ക് പറ്റും. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ 3 ഫേസ് വൈൻഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് സ്റ്റേറ്റർ വൈൻഡിങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റർ ഒരു സ്റ്റാർ കണക്ഷൻ ആക്കിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ദെൻ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് റോട്ടറാണ്. അന്നേരം സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഒരു 3 ഫേസ് വൈൻഡിങ് ഉണ്ടാവും. ആൻഡ് ദേ ആർ ഓവർലാപ്ഡ് വിത്ത് വൺ അനദർ അറ്റ് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന വിധത്തിലായിരിക്കും. സ്ലോട്ടഡ് ലാമിനേറ്റഡ് കോറിലായിരിക്കും ഇത് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി എഡി കറൻറ്റ്. ഓക്കെ, ദെൻ അഗെയിൻ റോട്ടറും ഒരു റോട്ടർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടൈപ്പ് റോട്ടേഴ്സ് ഉണ്ട്. സ്ലിപ്പ് റിങ് റോട്ടർ ആൻഡ് സ്ക്വിറൽ കേജ് റോട്ടർ. 2 ടൈപ്പാണുള്ളത്. ഒന്ന് സ്ലിപ്പ് റിങ്ങും ഒന്ന് എന്താണ് സ്ക്വിറൽ കേജ്. 2 ടൈപ്പ്. അന്നേരം സ്ലിപ്പ് റിങ് അല്ലെങ്കിൽ സ്ക്വിറൽ കേജ് എന്ന് പറയാൻ കാരണം ഇത് സ്ലിപ്പ് റിങ്ങിൽ നമ്മൾ DC ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ AC ജനറേറ്ററിൽ യൂസ് ചെയ്യുന്ന പോലെ
സ്ലിപ്പ് റിങ്ങും ബ്രഷസും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു റോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ലിപ്പ് റിങ് മോട്ടർ എന്ന് പറയും. അതേസമയം കൺസ്ട്രക്ഷൻ ഒരു സ്ക്വിറൽ കേജിൻ്റെ അതേപോലത്തെ ഒരു കൺസ്ട്രക്ഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയും. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് പഠിക്കാനില്ല. 2 ടൈപ്പ് മോട്ടോഴ്സ് ഉണ്ടെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കും. ദെൻ അഗെയിൻ നമുക്ക് സ്ലിപ്പ് റിങ് മോട്ടോറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 3 ഫേസ് വൈൻഡിങ് ആണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർ വൈൻഡിങ് പോലെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഈ 2 എൻഡ് നമുക്ക് ബ്രോട്ട് ടുഗദർ ആൻഡ് ദേ ആർ കണക്റ്റഡ് ഇൻ slip rings and brushes are also connected and they are short circuited at the ends. നേരെ നമുക്കറിയാം ഇതിൽ സ്ലിപ്പ് റിങ്സും ബ്രഷസും എല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെന്താ പറയുന്നത്, സ്ലിപ്പ് റിങ് ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത്. ഇനി മോട്ടർ ഈസ് എക്സൈറ്റഡ് വിത്ത് എ 3 ഫേസ്. നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ കൊടുക്കുന്നത് അല്ലേ. AC സപ്ലൈ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, സ്റ്റേറ്ററിലാണ് അപ്ലൈ ചെയ്യുന്നത്. നേരെ 3 ഫേസ് വൈൻഡിങ്ങിൽ നമ്മൾ ഒരു സ്റ്റേറ്ററിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്ററിൽ 3 വൈൻഡിങ് ഉണ്ട്. സ്റ്റാർ ടൈപ്പ് ആയിരിക്കും, ന്യൂട്രൽ ഉണ്ടാവും, 3 ഫേസും ഉണ്ടാവും അല്ലേ. അന്നേരം ഓരോ ഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഒരു 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഈ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല സ്റ്റേറ്ററിൽ ഡെവലപ്പ് ചെയ്യുക. അതർവൈസ് ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എപ്പോഴും ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ. അങ്ങനെ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്, റോട്ടർ ഉള്ളത് അല്ലേ. നേരെ റോട്ടർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും നേരം അവിടെ ഫാരഡേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് ഒരു കറണ്ട് റോട്ടറിൽ കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ. റോട്ടറിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്താലും ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താലും ഷുവറായിട്ടും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓൾറെഡി സ്റ്റേറ്ററിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ദെൻ റോട്ടറിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ്. നേരെ റോട്ടറും നമ്മൾ 3 ഫേസ് ആയിട്ടാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്, ദെൻ സ്റ്റേറ്ററും 3 ഫേസ് ആയിട്ടാണ്. നേരെ രണ്ടിടത്തും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും 2 സ്ഥലത്തും ഉണ്ടാവുക. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിലേറ്റീവ് സ്പീഡ്, രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയാം. 2 റോട്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടറിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള റോട്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡും ദെൻ സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു ഡിഫറൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് റോട്ടറിന് ടോർക്ക് ഉണ്ടാവും, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. നേരെ എന്തുകൊണ്ടാണ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്, 2 സ്റ്റേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡും റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡും സെയിം ആണെങ്കിൽ അവിടെ റിലേറ്റീവ് സ്പീഡ് ഉണ്ടാവില്ല. റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. പക്ഷേ എപ്പോഴും എന്താ വെച്ചാൽ റോട്ടറിൻ്റെ സ്പീഡ് കുറച്ച്, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. അന്നേരം അവിടെ എന്ത് ചെയ്യും, ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് സ്പീഡ്. അന്നേരം എന്താ ഉണ്ടാവുക, ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ടോർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യും. നേരം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് കണക്റ്റഡ് ടു റോട്ടർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അന്നേരം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ 2 എണ്ണമാണ്. റോട്ടറിൻ്റെ സ്പീഡും സ്റ്റേറ്ററിൻ്റെ സ്പീഡും ഒരിക്കലും സെയിം ആവില്ല. സോ ദ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓൾവേസ് കോൾഡ് അസിൻക്രണസ് മോട്ടോർ. അസിൻക്രണസ് മോട്ടോർ എന്നാൽ നമുക്കറിയാം സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്താണ്, സിൻക്രണസ് സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിൻക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
പോൾസിൻ്റെ എണ്ണവും ദെൻ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി സപ്ലൈൻ്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാവുക സ്റ്റേറ്ററിൽ ഡെവലപ്പ് ചെയ്യുക റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലാതെ സ്റ്റേറ്റർ ഒരിക്കലും കറങ്ങൂല അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആരാണ് മാഗ്നറ്റിക് ഫീൽഡ് ആൾട്ടർനേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നതുകൊണ്ട് അവിടെ നമുക്കറിയാം ഇങ്ങനെ മാറി വരും അന്നേരം റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് 3 ഫേസ് ഉള്ളതുകൊണ്ട് 3 സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ഉള്ളതുകൊണ്ടാണ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഒരിക്കലും റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരിക്കലും സ്റ്റേറ്ററിൻ്റെ അത്രയും സ്പീഡ് ഉണ്ടാവില്ല സോ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ the speed of the rotor and stator and this slip causes a torque in the rotor and this torque result in a rotation of the rotor coilൻ്റെ റൊട്ടേഷൻ ഉണ്ടാക്കും എന്നാൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ദെൻ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പീഡ് ഓഫ് ദി റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ലിപ്പ് എന്ന് പറയുന്നത് അത് പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ NS മൈനസ് NR NS എന്ന് പറയുന്നത് എന്താണ് സ്പീഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി സ്റ്റേറ്റർ ആൻഡ് NR എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ഇൻ ദി റോട്ടർ സോ NS മൈനസ് NR ഡിവൈഡ് ബൈ NS അതിനാണ് എന്ത് പറയുന്നത് സ്ലിപ്പ് എന്ന് പറയുന്നത് സോ ദിസ് സ്ലിപ്പ് ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് എ പേഴ്സൻറ്റ് സ്ലിപ്പ് ദാറ്റ് ഈസ് NS മൈനസ് NR ഡിവൈഡ് ബൈ NS ഇൻറ്റു 100 ഓക്കെ താങ്ക് യു